ഇന്ന് യു.എസ്. മാർക്കറ്റുകളെല്ലാം നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.23%, S&P 500 1%, അതുപോലെ നാസ്ഡാക്ക് 1.5% മൈനസ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും യു.എസ്. പ്രസിഡന്റും ചൈനീസ് പ്രസിഡന്റും തമ്മിലുള്ള ഒരു ചർച്ച നടത്തിയെങ്കിലും അത് ഒരു ഡീലിലേക്ക് ഇതുവരായിട്ടും എത്തിയിട്ടില്ല. അത് മാർക്കറ്റിന്റെ ഒരു പോസിറ്റീവ് സെന്റിമെന്റ്സിനെ ബാധിച്ചിട്ടുണ്ട്. ചൈന അമേരിക്കയിൽ നിന്ന് അഗ്രി പ്രോഡക്റ്റുകൾ ഇറക്കുമതി ചെയ്തുകൊള്ളാമെന്നും അതുപോലെ റയർ എർത്ത് മെറ്റൽസിന്റെ നിയന്ത്രണങ്ങൾ ഒരു വർഷത്തേക്ക് നീട്ടാമെന്നും അത്തരത്തിലുള്ള കാര്യത്തിലേക്ക് സമവായമായി എന്നാണ് കേൾക്കുന്നത്. അതുപോലെ ടിക്ടോക്കിന്റെ ഉടമസ്ഥത അമേരിക്കയിലെ ഒരു കമ്പനിക്ക് കൊടുക്കാമെന്നുള്ള രീതിയിലൊക്കെ സമവായമായെന്നാണ് വാർത്തകൾ പറയുന്നത്. ഒരു 10% താരിഫിൽ ഒരു റിഡക്ഷൻ അമേരിക്ക ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പം 57 നിന്ന് അത് 47% ആയിട്ടുണ്ട്. അതുപോലെ തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് വരുന്ന IT റിലേറ്റഡ് കമ്പനികളുടെ എല്ലാം റിസൾട്ട് വളരെ മികച്ചതാണ്. മെറ്റയുടെ വളരെ സ്ട്രോങ് ഏണിംഗ്സ് ആണ് വന്നേക്കുന്നത്. അവർ AI റിലേറ്റഡ് ക്യാപെക്സും വർദ്ധിപ്പിക്കുന്നുണ്ട്. ആൽഫബറ്റ് വളരെ നല്ല റിസൾട്ടാണ് വന്നേക്കുന്നത്. അതുപോലെ ജനറൽ ഇലക്ട്രിക്കൽസും വളരെ നല്ല റിസൾട്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ തന്നെ റഷ്യയിൽ നിന്ന് വന്ന റഷ്യയുടെ GDP ഡാറ്റ കുത്തനെ ഇടിയുന്നതായിട്ടാണ് കാണുന്നത്. 3-4 വർഷമായിട്ട് നീണ്ടു നിൽക്കുന്ന യുദ്ധവും അതുപോലെ തന്നെ അവിടെ വർദ്ധിച്ചു വരുന്ന ഇൻഫ്ലേഷനും ഒക്കെ റഷ്യയുടെ സാമ്പത്തിക പുരോഗതിയെ കാര്യമായി ബാധിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാം. അതുപോലെ തന്നെ US ജോബ്ലെസ് ക്ലെയിം ഡാറ്റ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. അത് താഴ്ന്നു എന്നാണ് ഡാറ്റകൾ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് അവർ ഇൻട്രസ്റ്റ് റേറ്റ് 2% തന്നെ നിലനിർത്തുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട്. ഗോൾഡ് വീണ്ടും പോസിറ്റീവിലേക്ക് വരുന്നു. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് താഴ്ന്നു. ഇനി ഇന്ത്യൻ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് കഴിഞ്ഞ ദിവസം വീണ്ടും നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ചൈനയായിട്ടുള്ള ഒരു ഡീൽ, ഇന്ത്യക്കെതിരെ ഒരു കൂടുതൽ നെഗോസിയേഷൻ അമേരിക്കയെ പ്രേരിപ്പിക്കും എന്നതായിരിക്കാം ഒരു കാരണം. അതുപോലെ തന്നെ റിലയൻസിനെ സംബന്ധിച്ച് ബാങ്ക് ഓഫ് അമേരിക്ക 2.95 ലക്ഷം ഷെയർസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജെമിനി AI ജിയോ സബ്സ്ക്രൈബേഴ്സിന് ഫ്രീ ആയിട്ട് 18 മാസം കൊടുക്കുന്നുണ്ട്. അതൊരു പക്ഷേ ജിയോയുടെ സബ്സ്ക്രൈബർ കൂടാനുള്ള കാരണമായേക്കാം. അതുപോലെ ആൽഫബറ്റ് അമേരിക്കൻ കമ്പനി നല്ല രീതിയിലുള്ള റിസൾട്ടാണ് പുറത്തുവിട്ടേക്കുന്നത്. അതുപോലെ NVIDIA 5 ട്രില്യൺ ക്രോസ് ചെയ്തിരിക്കുകയാണ്. അതൊക്കെയാണ് പ്രധാനപ്പെട്ട ന്യൂസുകൾ. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നോക്കുകയാണെങ്കിൽ 83% ഒരു ഷോർട്ട് പൊസിഷനാണ്. പ്രോ ട്രേഡേഴ്സും നിലവിൽ ഷോർട്ട് പൊസിഷനാണ് ഇപ്പോൾ നിലനിർത്തുന്നത്. ഇനി പ്രധാനപ്പെട്ട ഡേറ്റ ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റിനെ സംബന്ധിച്ചുള്ള ഡേറ്റ വരും. അതുപോലെ ലോൺ ആൻഡ് ഡെപ്പോസിറ്റ് ഗ്രോത്ത് ഡേറ്റ വരും. മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമാണ് ഈ 2 ഡേറ്റയും വരുന്നത്. അതുപോലെ US ഇൻഫ്ലേഷൻ ഡേറ്റ, PC ഇൻഫ്ലേഷൻ ഡേറ്റ ഇന്ന് വരും. അതുപോലെ ജപ്പാന്റെ റീറ്റെയിൽ സെയിൽസ് ഡേറ്റ ഒരു പക്ഷേ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പാണ് ആ ഡേറ്റ വരുന്നത്. GNX നിഫ്റ്റി ഒരു 40ഓളം പോയിന്റ് പോസിറ്റീവായിട്ടാണ് നിൽക്കുന്നത്. 26,050, 26,100, 134 ലെവൽ റെസിസ്റ്റൻസ് ഉണ്ട്. സപ്പോർട്ട് ഏറ്റവും കൂടുതൽ 24,780 ലെവലിലാണ്. ഇന്ന് വരായിരിക്കുന്ന പ്രധാനപ്പെട്ട റിസൾട്ട് മാരുതി സുസുക്കി, ശ്രീരാം ഫിനാൻസ്, ഗെയിൽ, വേദാന്ത, ഭാരത് പെട്രോളിയം, ഭാരത് ഇലക്ട്രോണിക്സ്, ഇക്വിറ്റാസ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്നിവയുടെയാണ്. അപ്പോൾ മാർക്കറ്റ് നല്ല വോളറ്റാലിറ്റിയാണ്. അപ്പോൾ ഈ വോളറ്റാലിറ്റിയിൽ ചെറിയ ട്രേഡേഴ്സ് മാറി നിൽക്കുന്നതാണ് നല്ലത്. നല്ല റിസൾട്ടുള്ള കമ്പനികൾ നോക്കി വെക്കുക. മാർക്കറ്റ് ഡിപ്പിൽ ആഡ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ആശംസിക്കുന്നു. താങ്ക് യു.